ഹലോ, അന്ന് നമ്മൾ നേരം വൈകിയ കാരണം കൊണ്ട് തന്നെ ബിരിയാണി നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ദിവസം നേരത്തെ വന്നിട്ട് ബിരിയാണി കഴിക്കണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഉച്ചയ്ക്ക് വിശപ്പ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നേരെ വിട്ടത് നമ്മുടെ ജോസേട്ടൻ്റെ സിനിമ കമ്പനി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. എന്തായാലും നേരത്തെ വന്നുകൊണ്ട് ബിരിയാണി ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് കല്യാണ ബിരിയാണി ആയിരുന്നു. കല്യാണപ്പുരയിലെ കല്യാണ ബിരിയാണി. അങ്ങനെ വിശന്ന് കുടൽ കരിഞ്ഞു തുടങ്ങി കേട്ടോ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കല്യാണ ബിരിയാണിക്ക് എത്തിയിട്ടോ. അതിനാദ്യം അവർ ഇലയിട്ട് തന്നു. നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ വിളമ്പുന്ന പോലെ തന്നെ ഇലയിട്ട് തന്നു. ബിരിയാണി വന്നു. ബിരിയാണി ഇലയിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. വീണ്ടും നമുക്ക് വിശപ്പ് കൂടി എന്നൊക്കെ പറയും. അങ്ങനെ ഇലയിൽ ബിരിയാണി കിട്ടിയതിൻ്റെ ശേഷം എന്താ പറയുക, ഒരു ചെറിയ കഷ്ണം പപ്പടും, അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് കഷ്ണവും, പിന്നെ കുറച്ച് സർലാസും കൂടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഉരുള വായിൽ വെച്ചപ്പോൾ എൻ്റെ സാറേ സത്യം പറഞ്ഞ വേറൊരു ലെവല് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ഞാൻ കഴിച്ച ബിരിയാണികളിൽ നിന്നും ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ് എനിക്ക് തോന്നിട്ടോ. അങ്ങനെ ചേട്ടനും കഴിച്ചു, അതേപോലെ തന്നെ ഗുണ്ടും കഴിച്ചു. അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗുണ്ടു കുറച്ച് കാലമായിട്ട് ബിരിയാണി വിരോധിയായിരുന്നു. പക്ഷേ എന്തോ ഇവിടുത്തെ ബിരിയാണികൾ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും കഴിച്ച് ഞങ്ങളിത് അന്നത്തെ ഫുഡ് ഡേ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ